പകുതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതിൽ വിശദീകരണവുമായി പരാതിക്കാരനായ കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ഡാനി മോൻ. ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ രക്ഷാധികാരിയെന്ന് തെറ്റിദ്ധരിച്ചാണ് പരാതി നൽകിയത്. പിന്നീടാണ് ഉപദേശകനാണെന്ന് അറിഞ്ഞത്. എല്ലാ യോഗങ്ങളും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നും ഡാനി മോൻ പറഞ്ഞു. രാമേന്ദ്രനെ നമ്മൾ ആരെയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും NGO അസോസിയേഷൻ്റെ എല്ലാ മീറ്റിങ്ങുകളും ജസ്റ്റിസ് രാമേന്ദ്രൻ ഉണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന സമയത്തുള്ള മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിലിരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ പങ്കെടുത്ത പല പരിപാടികളിലും ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിലുണ്ട്. അപ്പോൾ അതുമായിട്ട് അദ്ദേഹം സഹകരിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് NGO കോൺഫറൻസ് തരുന്ന പത്രക്കുറിപ്പ് മാത്രമേ ഇതിന് ആധാരമുള്ളൂ. കാരണം ഇതിൽ ഏത് പോസ്റ്റാണ് എന്താണെന്നുള്ള അവർ തരുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ പലതും പറയുന്നത്. ആരെയും വലിച്ചേക്കാനല്ല. നമ്മളെ സംബന്ധിച്ച് ഈ കേസിന് ഒരു തീരുമാനം വേണം. കാരണം കേരളത്തിൽ 125 NGOs ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണം. അപ്പോൾ ഇത് ഏത് പ്രമുഖ വ്യക്തിയാണെങ്കിലും അവരതിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി തരണം. എസ് രാമേന്ദ്രനെ നമ്മൾ ഫോക്കസ് വിവരങ്ങളുമായി ഇപ്പോൾ ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, പലയിടങ്ങളിലും ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ മുഖമാക്കിയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഈ ബൈറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും അവർ രക്ഷാധികാരി എന്ന് തെറ്റിദ്ധരിച്ചാണ് പരാതി നൽകിയത് എന്ന് പറയുന്നു. എങ്കിൽ പോലും ഈ തട്ടിപ്പിലേക്ക് ചെന്നു വീഴാൻ ഇടയാക്കിയത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ മുഖമാണ് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ ഈ പരാതിയിൽ അവർ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് അവരിൽ നിന്ന് മനസ്സിലാകുന്നത്? ലക്ഷ്മി, അങ്ങനെയല്ല. പരാതിയിൽ മാറ്റം വരുത്താനല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് രക്ഷാധികാരി എന്നുള്ളത് മാറിപ്പോയി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഉപദേശകനായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ മറ്റ് രേഖകളിലുമെല്ലാം ഉള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ പോലീസിൽ പരാതി നൽകുമ്പോൾ അത് രക്ഷാധികാരിയായി പോയി എന്ന് മാത്രം ഉള്ളതാണ്. അതൊരു സാങ്കേതികത്വം മാത്രമായിട്ട് തന്നെയാണ് KSSൻ്റെ പ്രസിഡന്റ് ഡാനി മോനും പറയുന്നത്. അവർ ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും അതുപോലെ തന്നെ സായിഗ്രാം ചെയർമാൻ അനന്തകുമാറിൻ്റെയും എല്ലാം പേരും അവരുടെ എല്ലാം വിശ്വാസ്യതയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടനയുമായി ചേരുന്നതും. അതിൽ നിരവധി പേർക്ക് നേരത്തെ സാധന സാമഗ്രികൾ നൽകിയിട്ടുണ്ട്. സ്കൂട്ടറും ലാപ്ടോപ്പും ഉൾപ്പെടെ കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എല്ലാം നൽകിയിട്ടുണ്ട്. അവയെല്ലാം നൽകിക്കഴിഞ്ഞ് ഇനി ഇപ്പോൾ 34 ലക്ഷം രൂപയുടെ ഇതാണ് ഇനിയും സാധനങ്ങൾ ലഭിക്കാനുള്ളത്. ഇത് ലഭിക്കാതായപ്പോഴാണ് ഇപ്പോൾ പരാതിയുമായി ഇവർ പോലീസിനെ സമീപിക്കുകയും അതിനകത്ത് 1, 2, 3 പ്രതികളായി ഈ അനന്തകൃഷ്ണനെയും അനന്തകുമാറിനെയും അതുപോലെ തന്നെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ആവശ്യം ഏത് ഘട്ടത്തിലേക്ക് പോയാലും പ്രശ്നമില്ല. അവർക്ക് നൽകാനുള്ള പണം എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിന് ഈ പ്രധാന ഭാരവാഹിത്വം വഹിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രധാന മുഖമായി നിന്നവർ കൂടി അതിൽ മുൻകൈ എടുത്തുകൊണ്ട് അവ തിരിച്ച് നൽകുന്നതിനുള്ള ശ്രമം വേണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും 34 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് കിസാൻ സർവീസ് സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റിക്ക്, പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സൊസൈറ്റിക്ക് നഷ്ടമായിട്ടുള്ളത്. അതിൻ്റെ അവർ തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരെയും പരാതി നൽകിയിരുന്നത്. അതിന്റെ വിശദീകരണമാണ് ഇന്ന് അവർ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി, ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ രക്ഷാധികാരി എന്ന് തെറ്റിദ്ധരിച്ചു, പക്ഷേ പിന്നീടാണ് ഉപദേശകൻ എന്ന് അറിഞ്ഞത് എന്നാണ് ഇപ്പോൾ കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് പറയുന്നത്. കേവലം പരാതി കൊടുത്തപ്പോൾ ഉള്ള സാങ്കേതികത്വം മാത്രമാണ് അവർ പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് കണ്ടിട്ട് തന്നെയാണ് ഈ തട്ടിപ്പിലേക്ക് അവർ വന്നുപെട്ടത് എന്ന് വ്യക്തമായി തന്നെ ഒരു സംശയത്തിനുമിടയില്ലാതെ അടിവരയിട്ട് അവർ പറയുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.